പ്രിയമുള്ളവരെ, ഞാൻ വിജയകുമാർ കളരിക്കൽ. ഇത് ഒരു പരസ്യ വീഡിയോ ആണ്. എൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി സ്പോൺസറെ അല്ലെങ്കിൽ ഫിനാൻസറെ അന്വേഷിച്ചിട്ട് കൊണ്ടുള്ള ഒരു പരസ്യ വീഡിയോ. സാമ്പത്തികമായിട്ട് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഫിനാൻസറെ അന്വേഷിക്കുന്നത്. വിപണനപരമായിട്ടുള്ള പൂർണ്ണമായൊരു വീക്ഷണത്തിൽ തന്നെയാണ് അതിൻ്റെ അന്വേഷണം. എൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് പണം മുടക്കുന്നവർക്ക് ലാഭകരമായിട്ട് തന്നെ പണം തിരിച്ചു കിട്ടണം എന്ന ആഗ്രഹത്തിൽ കൂടി തന്നെയാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ ഞാനൊരു ട്രേഡ് മാർക്കും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വിദൂഷകൻ എന്നാണ് എൻ്റെ ട്രേഡ് മാർക്കിൻ്റെ നാമം. വിദൂഷകൻ.com എന്ന സൈറ്റ് വഴി എൻ്റെ കഥകളെ സമൂഹത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ വിജയവിദൂഷകൻ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലുമുണ്ട്. അതുവഴിയും എൻ്റെ കഥകൾ കേൾവിക്കാർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ 5 നോവലുകളും 5 ചെറുകഥാ സമാഹാരങ്ങളുമാണ് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 5 നോവലുകളിലെ 5ാമത്തെ നോവൽ ഞാൻ ഏറ്റവും അവസാനമായി പൂർത്തീകരിച്ച നോവൽ. അതിൻ്റെ പേര് ചാർവാക ബുദ്ധൻ എന്നാണ്. ലോക സാഹിത്യത്തിൽ ഭാഷകളിൽ ലക്ഷക്കണക്കിന് ബുദ്ധകഥകളുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ബുദ്ധനെയാണ് ഞാൻ എൻ്റെ നോവലിൽ അവതരിപ്പിക്കുന്നത്. ചാർവാകം അത് ഇന്ത്യൻ യുക്തിവാദത്തിൻ്റെ, ഭാരതീയ യുക്തിവാദത്തിൻ്റെ, നിരീശ്വരവാദത്തിൻ്റെ നാമമായിട്ടാണ് ഞാൻ വീക്ഷിക്കുന്നത്. സോഷ്യലിസം, കമ്മ്യൂണിസം എന്നെല്ലാം പറയുന്നത് പോലെ. എന്ന് ഈശ്വരവിശ്വാസമുണ്ടായോ അന്ന് തന്നെ നിരീശ്വരവാദവും ഉണ്ടായി എന്ന കണ്ടെത്തലാണ് എനിക്കുള്ളത്. ആത്മീയ പാതയിൽ കൂടി യാത്ര ചെയ്യുന്ന ബുദ്ധനെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ ചാർവാക ബുദ്ധിയിലൂടെ, യുക്തിയിലൂടെ, ബോധത്തിലൂടെ നടക്കുന്ന ഒരു ബുദ്ധനെ, അങ്ങനെ കരുണയിലേക്ക് എത്തിയ ബുദ്ധനെ ആണ് ഞാൻ ഇതുവഴി അവതരിപ്പിക്കുന്നത്. 2ാമതെൻ്റെ പുസ്തകം കഥകളുടെ സമാഹാരമാണ്. 63 ക്ഷണപ്രഭ കഥകൾ. ക്ഷണപ്രഭ കഥകൾ എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ഫിക്ഷൻ തന്നെയാണ്. പക്ഷേ അതിന് ഒരു വിദൂഷക ടച്ച് കൂടി ചേർത്തിട്ടുണ്ട് എന്ന് പറയാം. അടുത്ത ചെറുകഥാ സമാഹാരത്തിൻ്റെ പേര് ദീപാങ്കുരൻ്റെ 5ാമത്തെ കുപ്പായം എന്നാണ്. ഇതിൽ 8 കഥകളാണുള്ളത്. ഏതാണ്ട് 100 പേജോളം വരും. ഇനിയുള്ള ചെറുകഥാ സമാഹാരം പിൻശീലയ്ക്കും പിന്നിൽ. ഇതിന് 16 കഥകളാണുള്ളത്. ഇതും ഏതാണ്ട് 100 പേജോളം വരും. അടുത്ത ചെറുകഥാ സമാഹാരം അച്ഛൻ്റെ ബ്ലോഗന മകൻ വായിക്കുന്നു. ഇതിൽ 8 കഥകളാണുള്ളത്. അതും ഏതാണ്ട് 100 പേജോളം വരും. 5ാമത്തെ ചെറുകഥാ സമാഹാരം വേട്ട. ഞാൻ യൂട്യൂബിലൂടെ വഴി പ്രസിദ്ധീകരിച്ച വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള കഥയാണ് വേട്ട. ഇതിൽ 13 കഥകളുണ്ട്. 100 പേജോളം വരും. ഇനി എൻ്റെ 4 നോവലുകളാണ്. അതിൻ്റെ 2ാം പതിപ്പുകളാണ് പ്രസിദ്ധീകരിക്കേണ്ടത്. ആദ്യത്തെ നോവൽ കേട്ടെഴുത്തുകാരൻ്റെ ഒളിക്കാഴ്ചകൾ.
ആദ്യത്തെ നോവൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയുന്നതിൽ ആദ്യത്തെ നോവൽ എന്നാണ്. ഞാൻ 4ാമത് എഴുതിയ നോവലാണ് കേട്ടെഴുത്തുകാരൻ്റെ ഒളിക്കാഴ്ചകൾ. 2015 സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം നടത്തിയ നോവൽ പുരസ്കാരത്തിൽ അവർ പറയുന്ന രീതിയിലാണ് 215 നോവൽ കിട്ടിയതിൽ 4ാം സ്ഥാനത്തെത്തി എനിക്കൊരു പുരസ്കാരവും തരികയുണ്ടായി. ൽ തന്നെ സാഹിത്യ പ്രവർത്തക സഹകരണ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത നോവൽ ഒരു അകാലമൃതൻ്റെ സ്മരണികൾ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ നേർക്കാഴ്ച പോലെയാണ് ഞാൻ ഈ നോവൽ എഴുതിയിട്ടുള്ളത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അടിത്തട്ടിലുള്ള കാഴ്ചകളെ പറ്റിയാണ് ഈ നോവൽ. 2010 ഇൻസൈറ്റ് പബ്ലിക്കിയാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തത്. അടുത്ത നോവൽ ചിത്രശാല. ചിത്രശാല എന്ന നോവൽ ഇരകളെ രക്ഷപ്പെടുത്തേണ്ടി വന്നിട്ട് 2 പ്രാവശ്യം കൊലപാതകം ചെയ്യേണ്ടി വന്ന ഒരാളുടെ, ഒരു സാധുവായ മനുഷ്യൻ്റെ ജീവിതകഥയാണ്. അടുത്ത നോവൽ രാവുകൾ പകലുകൾ. എൻ്റെ ആദ്യ നോവലാണിത്. 1997 PC ബുക്ക് വിൽപ്പന വ്യവസ്ഥയിലാണ് പ്രസിദ്ധീകരിച്ചത്. ഇത് ഒരു ആൾദൈവ കഥയാണ്. ഈ ആൾദൈവം തന്നെ അയാളുടെ പൂർവ്വ ജീവിതത്തിൽ നക്സലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നക്സലേറ്റുകളുടെ കഥ കൂടിയാണ്. ഈ 10 പുസ്തകങ്ങളെയാണ് ഇപ്പോൾ പ്രസാധനത്തിന് ഞാൻ വെച്ചിരിക്കുന്നത്. അതിനുള്ള സാമ്പത്തിക സഹായം തേടുകയാണ് ഈ വീഡിയോ വഴി. വിൽപ്പന നടത്തി ലാഭകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ വ്യാപാരത്തെ കാണുന്ന, വീക്ഷിക്കുന്ന വ്യക്തികളെ ആണ് ഞാനിതിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ കിട്ടുമെന്ന് ഉള്ള ധാരണയിൽ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുകയാണ്. എന്നോട് സഹകരിക്കും എന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും നന്ദി പറയുന്നു.